ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതേ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് മാത്രം കഴിച്ചിട്ടുള്ള ഒരു മന്തി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ആർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി സമയമൊട്ടും കളയാതെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്ത ചെമ്മീനും ഉണ്ട്. ചെമ്മീൻ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ നോക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഈ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ജോലി എളുപ്പമാവും. അപ്പോൾ ആദ്യം ഇതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുരുമുളക് മുഴുവനോടുള്ളതും പിന്നെ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടാതെ നോക്കുക. ഈ ഒരു 1/2 കിലോ അളവിന് ഈ ചേർത്ത മസാലകളൊക്കെ കറക്റ്റാണ്. പിന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോഴാണ് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയും ക്യാപ്സിക്കം കൂടെ ചേർക്കുക. നന്നായിട്ട് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തതെല്ലാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ അതിന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ചെമ്മീൻ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോഴാണ് നന്നായിട്ട് ഈ മസാലയൊക്കെ ചെമ്മീനിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ഇത് ബസ്മതിയുടെ ഒരു വെറൈറ്റിയിൽ വരുന്ന ഒരു അരിയാണിത്. സെല്ല റൈസ് എന്നാണ് പേര്. ഇത് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാണ്. എല്ലാവരുടെ കയ്യിലും ഈ ഒരു അരി ഉണ്ടാവണമെന്നില്ല. ബസ്മതി അരി ആയാലും മതി. പക്ഷേ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി അരി വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സെല്ല റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ വേണം. ബസ്മതി അരി ആണെങ്കിൽ 1/2 മണിക്കൂർ തന്നെ മതി. അപ്പോൾ ഇത് കുതിർത്തെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചാലും മതി. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങ ഉണക്കിയത് കൂടെ ചേർക്കുന്നുണ്ട്, ഡ്രൈഡ് ലെമൺ. ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി കൂടെ ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ടൊരു 80% നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മന്തി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഈ സെല്ല റൈസ് തന്നെയാണ്. അപ്പോഴാണ് മന്തിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം.
അപ്പോൾ അതൊന്ന് ആവുന്ന സമയത്ത് നമുക്ക് ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ മസാല കുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ അരിയുണ്ട്, അതൊന്ന് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ കുക്കാവുന്ന സമയം കൊണ്ട് അരി റെഡി ആയിട്ടുണ്ട്. ഈ മന്തി ഉണ്ടാക്കുമ്പോൾ അരി മുഴുവനായിട്ട് അപ്പോൾ തന്നെ വേവിക്കില്ല, ഒരു 3/4 ഭാഗമൊക്കെ വേവായാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ റൈസ് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുന്നുണ്ട്, അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകട്ടെ. അങ്ങനെ ചെമ്മീൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമ്മളിപ്പോൾ ലെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ചാർക്കോളിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മുടെ ചിരട്ടയില്ലേ, ചിരട്ട ഒന്ന് നന്നായിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ കനൽ കിട്ടും, അതെടുത്താലും മതി. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു സ്മോക്കി ഇഫക്റ്റ് ഇല്ലേ, നമ്മുടെ ഈ മന്തി പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കനലായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ലെയർ ചെയ്യാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മീതെയായിട്ട് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മീതെയായിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടിയിട്ടുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കളർ ചേർക്കാം, പക്ഷേ മഞ്ഞൾപ്പൊടി ആയാലും മതി. മഞ്ഞൾപ്പൊടിയുടെ യാതൊരു കുത്തലും ഒന്നും ഉണ്ടാവില്ല, കാരണം റോസ് വാട്ടറിലാണ് നമ്മളത് മിക്സ് ചെയ്തത്. അപ്പം നല്ലൊരു സ്മെല്ല് കൂടെ ഉണ്ടാവും. പിന്നെ അതിന് മേലെയായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുക. ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വന്ന റൈസ് കംപ്ലീറ്റ് ആയിട്ട് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റൊരു ലെയറായിട്ട് മേലെ എല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നേരത്തെയുള്ള ആ ഒരു മഞ്ഞളുടെ വെള്ളം കൂടെ ചേർക്കുക. മന്തിക്ക് നല്ലൊരു കളറ് കിട്ടുന്നത് ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോഴാണ്, ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളം. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുക. മുറിച്ചിട്ടിടുകയൊന്നും വേണ്ട, ഇങ്ങനെ മുഴുവനായിട്ടുള്ള പച്ചമുളക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ സ്റ്റീലിൻ്റെ കപ്പ് വെക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ചാർക്കോൾ വെക്കുന്നത്. ചാർക്കോൾ നന്നായി കനലായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഈ കനലിന് മുകളിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. സാധാരണ ഓയിലാണ് ഉപയോഗിക്കാറ്, പക്ഷെ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതിൻ്റെ ആ ഒരു പുക ഈ ചോറിലേക്ക് എത്തുമ്പോഴാണ് മന്തിയുടെ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നെയ്യ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ ഓയിലിന് പകരം നെയ്യ് ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ നെയ്യ് ഒഴിച്ചിട്ട് ഈ പുക വന്ന ഉടനെ തന്നെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് പാത്രം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെയായിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഇതൊന്നൊരു 8-10 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെക്കാം.
അടിക്ക് പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചാൽ മതി. അപ്പോൾ ഒരു 8-10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ പുകയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ചാർക്കോളിൻ്റെ ആ ഒരു സ്മോക്കി സ്മെല്ലും പിന്നെ ഈ പച്ചമുളകിൻ്റെതും ഒക്കെ കൂടി നല്ലൊരു സ്മെല്ലാണ്. ഇതിപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ ഇതിൽ തന്നെ. ഇനി നിങ്ങൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മേൽഭാഗത്തെ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചിക്കൻ അതിൽ നിന്ന് എടുത്തു മാറ്റാം. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചിക്കൻ. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ആർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി ഡിഷുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.